ഞാൻ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ലൈഫിൽ ഒരുപാട് പ്രയോജനപ്പെട്ടേക്കാം കേട്ടോ. അപ്പം നമ്മൾ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ രാവിലെ കൃത്യം 6 മണിക്കെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഉണരുക. ഞാൻ 5 മണിക്ക് ഉണരാൻ നിങ്ങളോട് പറയില്ല, കാരണം രാവിലെ 5 മണിക്കൊക്കെ ഉണരാൻ പറയുക എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് എല്ലാവരെ കൊണ്ടും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. എങ്കിലും രാവിലെ 6 മണിക്കെങ്കിലും ഉണരുക. 6 മണി കേട്ടോ, രാവിലെ 6 മണിക്ക് ഉണരുക. എന്നിട്ട് നേരെ പ്രകൃതിയിലേക്ക് നോക്കുക. പ്രകൃതിയിലേക്ക് നോക്കുക എന്ന് പറയുമ്പോൾ ആ കതക് തുറന്ന് പുറത്തേക്ക് നോക്കുക, പുറം ലോകത്തേക്ക് നോക്കുക. പ്രകൃതിയെ ഒന്ന് നമസ്കരിക്കുന്നതിൽ എന്തില്ല, യാതൊരു തെറ്റുമില്ല കേട്ടോ. പ്രകൃതിയാണ് നമുക്ക് വേണ്ടുന്നതെല്ലാം തരുന്നതാരാണ്? പ്രകൃതിയാണ്. കാരണം നമുക്ക് ആവശ്യമായ വായു, ജലം ഇവയൊക്കെ നൽകുന്നതാരാണ്? ഈ പ്രകൃതിയാണ്. പ്രകൃതിയെ നമസ്കരിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. പിന്നീട് എല്ലാ ദിവസവും രാവിലെ ഒരു 30 മിനിറ്റെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? വ്യായാമം ചെയ്യുക. വ്യായാമം ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് അറിയാൻ പാടില്ലാത്ത വ്യായാമ മുറകൾ നമ്മൾ ചെയ്യുവാൻ പാടില്ല കേട്ടോ. നമുക്ക് അറിയാൻ പാടില്ലാത്ത വ്യായാമ മുറകൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ചെയ്യാൻ പാടില്ല കേട്ടോ. വ്യായാമ മുറകളൊക്കെ ചെയ്യുമ്പോൾ ഏതെങ്കിലും ട്രെയിനറുടെ സഹായത്തോടെ പഠിച്ചിട്ടൊക്കെ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വ്യായാമ മുറകളൊക്കെ ചെയ്യുവാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വ്യായാമ മുറകളൊക്കെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളൂ. എങ്കിലും നമുക്കൊക്കെ പൊതുവായിട്ടറിയാവുന്നൊരു വ്യായാമ മുറയുണ്ട്, നടത്തം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേട്ടോ, ഞാൻ മനസ്സിലാക്കിയതാണ്, നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും നല്ല ഒരു എക്സർസൈസ് അല്ലെങ്കിൽ വ്യായാമ മുറയാണ് പ്രഭാത സവാരി. പ്രഭാത സവാരി രാവിലെ അരമണിക്കൂറെങ്കിലും എന്ത് ചെയ്യുക, പ്രഭാത സവാരി നടത്തുക കേട്ടോ. അരമണിക്കൂർ വ്യായാമം നടത്തുക. പിന്നീട് വന്ന് അല്പനേരം വിശ്രമിക്കുക. ഈ ഇരിക്കുന്ന സമയത്ത് ആ ദിവസത്തെ പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്ന് എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക. അന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അന്ന് ജോലിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്യുക. അതുപോലെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് എന്തുണ്ടായിരിക്കണം, നമുക്ക് എല്ലായ്പ്പോഴും നമ്മൾ ചെയ്യുന്ന തൊഴിലിനോട് ഒരു ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന തൊഴിലിനോട് നമുക്കൊരു ഇഷ്ടമുണ്ടായിരിക്കണം കേട്ടോ. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, നമ്മൾ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ നമ്മളുടെ ജോലി എന്താണ്, നമ്മൾക്ക് ലഭിച്ച ജോലി എന്ത് തന്നെ കേട്ടോ. ജോലി ഒരു തൊഴിലില്ലാത്തവൻ്റെ സ്വപ്നമാണ്, എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെയൊക്കെ പൊതുവെ ഒരു രീതിയുണ്ട്, എന്താണ്, നമുക്കൊക്കെ പൊതുവെ ആരംഭശൂരത്വമാണ്. ഒരു ജോലി ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം കുറച്ച് നാൾ എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് പോകും. കണ്ടിന്യൂസ് ആയിട്ട് വർക്കൊക്കെ ചെയ്യും ആദ്യം കുറച്ച് നാൾ. പിന്നീട് എന്ത് പറയും, ഐ ആം വെരി ബോർഡ്. ആ ജോലിയോട് നമ്മൾ എന്ത് ചെയ്യും, വിമുഖത കാണിക്കും, അല്ലെങ്കിൽ ഒരു അലസത കാണിക്കും. അങ്ങനെ ഒരു രീതി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, കുറച്ച് ആൾക്കാർക്കെങ്കിലും ഉണ്ടാകാം. അപ്പം നമ്മൾ എല്ലായ്പ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ചെയ്ത തൊഴിലിനോട് നമുക്ക് എപ്പോഴും ഒരു ആത്മാർത്ഥത ഉണ്ടായിരിക്കണം കേട്ടോ. നമ്മൾ ചെയ്ത തൊഴിലിനോട് നമുക്കൊരു ഇഷ്ടമുണ്ടായിരിക്കണം കേട്ടോ. അതുപോലെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ മനസ്സിലേക്ക് നെഗറ്റീവ് ചിന്തകൾ കടക്കുവാൻ അനുവദിക്കുവാൻ പാടില്ല കേട്ടോ. നമ്മളുടെ മനസ്സിനെ കാർന്നു തിന്നുന്നവയാണെന്ത്, നെഗറ്റീവ് ചിന്തകൾ. നമ്മളുടെ മനസ്സെപ്പോഴും പോസിറ്റീവ് ചിന്തകളുടെ വിളനിലമായിരിക്കണം. പോസിറ്റീവ് ചിന്തകൾ, നല്ല ചിന്തകൾ നമ്മളുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകണം. ഈ പോസിറ്റീവ് ചിന്തകൾ അല്ലെങ്കിൽ നല്ല ചിന്തകൾ നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മളുടെ ചുറ്റും നമ്മൾ ഇടപെടുന്ന വ്യക്തികളൊക്കെ എന്തായിരിക്കണം, പോസിറ്റീവ് കേട്ടോ. പോസിറ്റീവ് നമ്മുടെ സമൂഹമാണ്, ലോകമാണ്. ഇപ്പം എല്ലാവരും പോസിറ്റീവായിട്ട് മാത്രം നമ്മളോട് സംസാരിക്കണമെന്നില്ല കേട്ടോ. അപ്പം നമ്മുടെ മനസ്സിലേക്ക് നെഗറ്റീവ് ചിന്തകൾ കടക്കാതെ നമ്മൾ തടയുക കേട്ടോ. നല്ല ചിന്തകൾക്ക് സ്ഥാനം കൊടുക്കുക. ഏത് വ്യക്തിയും പറയുന്നതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഗ്രാസ്പ് ചെയ്യുക. നെഗറ്റീവായ കാര്യങ്ങൾ എന്ത് ചെയ്യുക, തള്ളിക്കളയുക.
നമുക്ക് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവായ കാര്യങ്ങൾ, നമുക്ക് ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ തള്ളിക്കളയുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, സ്വീകരിക്കുക, നല്ല കാര്യങ്ങൾ സ്വീകരിക്കുക കേട്ടോ. അതുപോലെ തന്നെ ദിവസവും നമ്മൾ രാവിലെ ഒരു 10 മിനിറ്റെങ്കിലും, ഒരുപാട് സമയം നമുക്ക് കിട്ടണമെന്നില്ല, രാവിലെ ഒരു 10 മിനിറ്റെങ്കിലും ന്യൂസ് പേപ്പർ വായിക്കുക. ന്യൂസ് പേപ്പറിലെ ഇമ്പോർട്ടൻ്റ് ആയ നോട്ട്സ് ജസ്റ്റ് ആ ഹെഡിങ് എങ്കിലും ഒന്ന് നോക്കി വെക്കുക. കാരണം ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഇൻ്റർവ്യൂവിനൊക്കെ ചെല്ലുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, ന്യൂസ് പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. അന്നേരം എന്ത് ചെയ്യും, ചിലപ്പോൾ നമ്മളെന്ത് ചെയ്യും, അവിടെ കുഴങ്ങിപ്പോകും. അതുകൊണ്ട് ജസ്റ്റ് ഈ ന്യൂസ് പേപ്പറൊക്കെ കിട്ടുമ്പോൾ കറണ്ട് അഫയേഴ്സൊക്കെ എപ്പോഴും ഒന്ന് നോക്കി വെക്കുക. കറണ്ട് അഫയേഴ്സൊക്കെ എപ്പോഴും നോക്കുന്ന ശീലമാക്കുക. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സൊക്കെ ജസ്റ്റ് ഒരു ബുക്കിലോടായാലും നോട്ട് ചെയ്താൽ അത് കൂടുതൽ ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതുപോലൊക്കെ പ്രാക്ടിക്കലാക്കാൻ പ്രയാസമാണ്, പോസിബിളാണ്. പക്ഷേ എന്താണ്, അതൊക്കെ പോസിബിളാണ്, വലിയ പ്രയാസവുമില്ല. പക്ഷേ ഇതൊക്കെ നമ്മൾ എല്ലാവരും ചെയ്യുമോന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ചെയ്യുമോന്നും എനിക്കറിയില്ല. അപ്പം നമ്മൾ ഈ ദിവസം ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ബുക്കിലോടായാലും ജസ്റ്റ് നോട്ട് ചെയ്താൽ കൂടുതൽ ബെറ്ററാണ്. പിന്നീട് അതെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ, അന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് അതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ ഈ നോട്ട്സ് അല്ലെങ്കിൽ ഈ കറണ്ട് അഫയേഴ്സ് നമ്മുടെ മനസ്സിലേക്ക് എന്ത് ചെയ്യും, മനസ്സിലേക്ക് പതിയുമെന്നാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാത്രി കൃത്യം 10 മണിക്ക് തന്നെ നമ്മൾ ഉറങ്ങാൻ കിടക്കുക. 10 മണിക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഉറക്കം ഉറയ്ക്കാൻ പാടില്ല കേട്ടോ. 10 മണിയാകുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഉറങ്ങാൻ കിടക്കുക. കാരണം 10 മണിക്ക്, രാത്രി 10 മണിക്ക് ഉറങ്ങുക, രാവിലെ 6 മണിക്ക് ഉണരുക. അതൊരു ശീലമാക്കുക. അത് 1-2 ദിവസം ചെയ്താൽ പോരാ, ഇത് എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് ഒരു ശീലമാക്കുക. അത് കണ്ടിന്യൂസ് ആയിട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക കേട്ടോ. അതുപോലെ ഇപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, നമ്മുടെ മനസ്സിലേക്ക് നെഗറ്റീവ് ചിന്തകൾ കടക്കുന്നത് എന്ത് ചെയ്യുക, തടയുക. പോസിറ്റീവായ കാര്യങ്ങൾ, പോസിറ്റീവ് ചിന്തകൾ വളരുവാൻ ഒതുക്കുക. പോസിറ്റീവ് ചിന്തകൾക്ക് നമ്മുടെ മനസ്സിൽ കൂടുതൽ സ്ഥാനം കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്, ജീവിതത്തിൽ പക്ഷേ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം വേറെ ലെവലാകും കേട്ടോ.